ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മേടക്ക് പകരം മാളമാ സുബ്ഹാന, റബ്ബി അതിൽ കിടക്കേണ്ടതാണ് അസ്മാന. സമ്പാദ്യ മുതലിൽ നിന്നു മൂന്നക്ഫാന, അത് മാത്രമല്ലതിലെപ്പോഴും വഹദാന. മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിലുള്ളത്. മെത്തയ്ക്ക് പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി ഇരുളിനാൽ പെയിന്റിട്ടതാ. അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോല് ഇസ്രാഫീല് സൂക്ഷിക്കുന്നതാ. സൂറെന്ന കാഹളമൊരു ദിനം മുഴങ്ങുന്നതാ, അക്കാലമത്രയും നീ അതിൽ കിടക്കേണ്ടതാ. ഖുർആൻ ഷരീഫ് ഇത് വ്യക്തമായി പറയുന്നതാ, സൂറത്ത് യാസീൻ നോക്കിയാൽ കാണുന്നതാ. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ, സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാടില്ല റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ടും, സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹ 2, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്. ഇവയൊക്കെ നീ ചിന്തിച്ചു കരയുക സോദരാ, എന്നാൽ സുറൂറായി നീ കടക്കും മറുകരാ. ഈ ഭവനമാ മുൻഗാമികൾക്കിന്നുള്ളത്, അതിലേക്കു തന്നെ നമ്മളും ചെല്ലുന്നത്. സയ്യിദുന ഉസ്മാൻ ഖബറു കണ്ടാൽ പിന്നെ, ഒഴുകുന്നതാണിരു കണ്ണുകൾ ക്ഷണം തന്നെ. ചോദിച്ചു എന്താണിപ്പോഴും ഇതു കണ്ട്, വിലപിക്കുവാൻ യാ സയ്യിദി വിറകൊണ്ട്. നരകത്തെ ഓർത്താൽ പോലുമില്ലിത് തങ്ങളിൽ, അതിലുപരിയാണേ ഖബറു കണ്ടാൽ നിങ്ങളിൽ. തിരുമുസ്തഫ പറയുന്നതായി ഞാൻ കേട്ടതാ, പരലോകയാത്രക്കുള്ള വഴി ആദ്യം ഇതാ. ഇതിൽ രക്ഷപ്പെട്ടാൽ ബാക്കിയെല്ലാം തുച്ഛമാ, അല്ലാതിരുന്നാൽ എപ്പോഴും വന്നഷ്ടമാ. അതുകൊണ്ടു മാത്രം ഓർത്തു ഞാൻ കരയുന്നതാ, ഇഹ്യായിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. രക്ഷിക്കണേ സുബ്ഹാന റബ്ബി അന്ന്, അതിനുള്ള മാർഗം നൽകണേ നീ അന്ന്. ഖബറിൽ സുആലുണ്ടാകുമെന്നത് സത്യമാ, അത് വിശ്വസിക്കേണ്ടുന്നതും നിർബന്ധമാ. ഖുർആൻ ഷരീഫിൽ തന്നെ സൂചനയുള്ളതാ, സൂറത്ത് ഇബ്രാഹിം അതിൽ കാണുന്നതാ. കൂടാതെ തന്നെ ഹദീസുകൾ പെരുത്തുണ്ട്, എണ്ണുന്ന പക്ഷം 70-നടുത്തുണ്ട്. അതിലേക്ക് 2 മലക്കുകൾ ഉണ്ടെന്നതും, മുൻകർ നക്കീർ എന്നാണ് നാമം എന്നതും. കണ്ടാൽ വിറയ്ക്കും രൂപമാണവർക്കുള്ളതും, എന്നും ഹദീസിൽ തന്നെയാ പറയുന്നതും.
കണ്ടാൽ ഭയം തോന്നുന്ന രൂപം ഉള്ളതാ, അതുകൊണ്ട് മുൻകർ എന്ന നാമം വന്നതാ. മുൻപരിചയം മയ്യിത്തിനില്ലത് വ്യക്തമാ, അതിനാൽ നക്കീറെന്നുള്ള പേരും ബന്ധമാ. റബ്ബേത് നബിയേതാണ് ദീനും ഏതാ, ചോദ്യം ഇതാണതിനുത്തരം ചെയ്യേണ്ടതാ. എനിക്കുള്ള റബ്ബല്ലാഹു ജല്ല ജലാലുഹു, നബി മുസ്തഫ ദീനെന്തദിസ്ലാം ദീനുഹു. മറുപടി ഇതാ നൽകുന്നതെന്നാലെന്നും, അതിരറ്റ സുഖമാ ജീവിതം പിന്നെന്നും. സ്വർഗത്തിലേക്കൊരു വാതിലപ്പോൾ തന്നെ തുറക്കുന്നതാണെന്ന ഹദീസില് പൊന്നേ. അനസെന്നവർ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ, അവർക്കത് തമീമുദ്ദാരിയിൽ നിന്നുള്ളതാ. തലഭാഗത്തിൽ നിൽക്കുന്നതാ മലക്കൊന്ന്, കാൽഭാഗത്തിൽ നിൽക്കുന്നതാ പിന്നൊന്ന്. കാൽഭാഗത്തുള്ളവരാ സുആൽ ചെയ്യുന്നത് എന്ന് അഹ്മദുൻ നഫ്റാവിയ പറയുന്നത്. ഇതുപോലെ തന്നെ മശാരിഖിൽ പറയുന്നതാ, 25 നോക്കിയാൽ കാണുന്നതാ. അത് 7 ദിവസം നീണ്ടു നിൽക്കും എന്ന് സുബ്കി ഇമാമും വ്യക്തമായി പറയുന്നു. അത് ഏതു ഭാഷയിലാണതിൽ ഖൗലുള്ളതാ, അറബിയത്തും അജമിയത്തും പറയുന്നതാ. വിശ്വാസപരമായി മാത്രമാ ചോദിക്കലും എന്നാ മശാരിഖ് പേജ് 25-ലും. നിനക്കുള്ള റബ്ബാരെന്ന് ചോദിക്കുന്നതാ, ഇബ്ലീസുടൻ തന്നവിടെ വെളിവാകുന്നതാ. ഞാനെന്ന് പറയാനും അവൻ ചൂണ്ടുന്നതാ എന്നുള്ളതും സുഫിയാനവർ പറയുന്നതാ. സപ്പോർട്ടിനായി തുറുമുദി ഇമാം അതിലുണ്ട്, തിരുവചനവും അതിലേക്ക് സൂചനയുണ്ട്. സുബ്ഹാന റബ്ബി കാക്കണേ ഇളകാതെ, ഹക്കായ പാതയിലാക്കണേ വളയാതെ. ഖുർആൻ ഷരീഫ് നീ നിത്യവും ഓതേണ്ടതാ, ഖബറിൽ ജവാബിന്നേറ്റവും ഉതകുന്നതാ. എന്നാ ശഖീഖുൽ ബൽഖി താൻ പറയുന്നത്, റൗളുർ റയാഹീൻ വിശദമായി കുറിക്കുന്നത്. ഇതുപോലെ ഹാഷിയത്തുൽ ഖരീദയിൽ വന്നതാ, 68-ൽ വിശദമായി വിവരിച്ചതാ. റൂഹിനെ ബദൻ മുഴുവൻ മടക്കും ഖീലയിൽ, പകുതിക്കുമേൽ ഭാഗം മടക്കും റാജിഹിൽ. ഇതുപോലെ തന്നെ മശാരിഖിൽ പറയുന്നതാ, 25-ൽ നോക്കിയാൽ കാണുന്നതാ. ഖബറിൽ സുആലില്ലാത്തവർ പലരുണ്ട്, നിരവധി ഹദീസും തെളിവിലേക്കതിലുണ്ട്. ശുഹദാക്കളായാൽ ചോദ്യമേ ഇല്ലെന്ന് ബഹുഭൂരിപക്ഷം ഒത്തു സമ്മതിക്കുന്നു. മരിച്ചെങ്കിലും ഇന്നും അവർ ഹയ്യാണ് എന്നുള്ള തത്വം തന്നതിൽ തെളിവാണ്. മുർസൽ നബിക്കും ചോദ്യമതിലില്ലെന്ന് ബഹറുൽ കലാമിൽ നസഫിയും പറയുന്നു. ഒരു ഖീലയിൽ അവരോടുമുണ്ടെന്നുണ്ട്, തെബ്ലീഗിനെ കുറിച്ചാണതെന്നും ഉണ്ട്. അംലാക്കിനില്ലെന്നാണ് ഫാക്കിഹാനിയും, ജിന്നിൽ അതുണ്ടെന്ന ഇമാം സൂയൂത്തിയും.
സുദ്ദീഖിനും ഖബറിൽ സുആലില്ലാത്തതാ. ഖുർത്തുബി ഇമാമിത് വ്യക്തമായി പറയുന്നതാ. അത്ഫാലിനില്ലെന്നാണ് അർജഹിലുള്ളത്. മുൻപന്തിയിൽ നസഫി ഇമാമാണുള്ളത്. മത്ഊനും മബ്തൂനും ഹരീഖും പിന്നെ തുൽഖാൽ മരിച്ചവളും ഇതിൽ ശരി തന്നെ. വ്യഭിചാരഗർഭം തന്നെയായാലും അത് ശരിയെന്നതാ ബാജൂരിയിൽ പറയുന്നത്. ഗരീബ് ദാത്തുൽ ജംബിദിൽ ഉൾപ്പെട്ടതാ. ഹദ്മാൽ മരിച്ചവനും സുആലില്ലാത്തതാ. ജുമുഅ ദിനം മരിച്ചാൽ അവർക്കില്ലെന്നാ. അതുപോലെ ജുമുഅ രാവിലും വിധിയെന്നാ. ഇത് ബൈഹഖി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. തുർമുദിയിലും നീ നോക്കിയാൽ കാണുന്നതാ. വ്യാഴാഴ്ച ഉച്ച തിരിഞ്ഞ് എന്നാൽ പിന്നെ ഫലം വെള്ളിയാഴ്ചക്കുള്ളതായത് തന്നെ എന്നും മശാരിഖിൽ നോക്കിയാൽ കാണുന്നതാ. 25 വ്യക്തമായി പറയുന്നതാ. മുൽക്കെന്ന സൂറത്തോതിയെല്ലാ രാത്രിയിൽ അവനും സുആലില്ലെന്നു വന്നു ഹദീസതിൽ. അതുപോലെ സജദ ഓതി വന്നാലും അത് ഫലം ചെയ്യുമെന്നാണ് ഹദീസിൽ ഉള്ളത്. ഇത് രണ്ടുമോതാതൊരു ദിനം പോലും നബി ഉറങ്ങുന്നതല്ലെന്ന ഹദീസും സ്വഹാബി. തുർമുദിയിലുണ്ടിത് നോക്കിയാൽ കാണുന്നതാ. അതുപോലെ തന്നെ നസായിയും വിവരിച്ചതാ. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ. അതിലത്ഭുതം ഇന്നോളവും നിനക്കില്ലേ. ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ. മൗത്തെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ. സിംഹാസനത്തിന് ചുറ്റി നിന്നവരല്ലേ. പിടിമണ്ണ് വാരിയെറിഞ്ഞതത്ഭുതമല്ലേ. കുതിരപ്പുറത്ത് സവാരി ചെയ്തവരല്ലേ. ശവമഞ്ചയാത്രയും ചെയ്തതത്ഭുതമല്ലേ. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ. മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ. മൈനറിയത്തീമായി കൺതടം ഒലിച്ചില്ലേ. മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ. കെട്ടിപ്പുണർന്നവൾ ചുംബനം തന്നില്ലേ. അവളന്യമെത്തയിൽ പെട്ടതത്ഭുതമല്ലേ. തിരുമുമ്പിലെന്നും പുഞ്ചിരിച്ചവളല്ലേ. വാവിട്ടു നിലവിളിക്കുന്നതത്ഭുതമല്ലേ. കൂട്ടായി കഴിഞ്ഞവരൊക്കെയും പിരിഞ്ഞില്ലേ. അവനേകനായി കഴിയുന്നതത്ഭുതമല്ലേ. കുഴിച്ചിട്ട സ്ഥലമിൽ കാലികൾ മേഞ്ഞില്ലേ. മാംസങ്ങളും പുഴുതിന്നതത്ഭുതമല്ലേ. കണ്ണിന്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ. അത് മുഴുവനും മണ്ണായതത്ഭുതമല്ലേ. ഉദരം ക്രമേണ പഴുത്തു ചീഞ്ഞൊലിച്ചില്ലേ. അത് പൊട്ടി ഖബർ നിറഞ്ഞതത്ഭുതമല്ലേ. ഇത് കണ്ട് കരയാനും ഒരാൾ അവർക്കില്ലേ. കാണുന്ന മാർഗമടഞ്ഞതത്ഭുതമല്ലേ.